സ്വപ്ന, നാട്ടിലും സ്വയം തരൂലേ? അല്ല, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞിടത്തോളം മതി, എനിക്കൊന്നും കേൾക്കണ്ട. സ്വപ്ന, പഠനം നിർത്തരുത്, കോളേജിൽ വരാതിരിക്കരുത്. പഠനം നിർത്താനോ? ആരും പറഞ്ഞു? അല്ല, 2 ദിവസമായിട്ട് സ്വപ്ന കോളേജിൽ വരുന്നില്ലല്ലോ. 2 ദിവസം കോളേജിൽ വന്നില്ലെങ്കിൽ പഠിത്തം നിർത്തിയതാണോ? അല്ല, ഞാനിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കോളേജിൽ വരാതെ ഞാൻ വിചാരിച്ചു. 2 ദിവസമായിട്ട് എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിലായിരുന്നു, കൂടെ ഇരിക്കണ്ടോണ്ടാ. അപ്പോൾ നാളെ വരുമോ? വരും. എന്താ വരാൻ പാടില്ലേ? പാടും. പോട്ടെ. ഇവര് കുറച്ച് സമയം ആയല്ലോ. ചന്ദ്ര, നമ്മള് പുള്ളറെ വിളിക്കേണ്ടി വരുമോ? ഇവിടെ പെട്ടെന്ന് ചാവി കൊണ്ടാ കളവന്മാർ നീ വിചാരിക്കുന്ന പോലെയല്ല. ഇതേതാ കാവ് എന്നറിയാം എനിക്ക്. മാവിലായി കാവാ. ഇവിടുത്തെ ഉത്സവം അടിയാ, അടിയോടടിയായിരിക്കും. വരുന്നേ. സ്വപ്ന, സ്വപ്ന ഒന്ന് നിക്ക്. നീ കോളേജിൽ വന്നപ്പോ ആദ്യം അന്വേഷിച്ച എന്നെയാ. ഞാനാ പറഞ്ഞേ, നിക്ക്. ഇത് വലിയ ശല്യായല്ലോ. നിനക്ക് എന്താ വേണ്ടേ? നീ എന്നെ എന്തിനാ ഓടിയെന്നേ? എനിക്കിത് പറ്റുന്നില്ല. എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഇപ്പൊ നിന്നെ. ഒന്ന് പോയി തരുമോ? ശല്യം. ഒരു ജീപ്പിക്ക് 250 ഉറുപ്പിയാടാ. എടാ ചേർത്ത് നീ കളിക്കല്ലേ. അളയാ, ഓളേ പ്രത്യേക പെണ്ണ. ഓൾക്ക് നിന്റെ പ്രണയൊന്നും വേണ്ട. അതിലെന്റെ ഫേസ്ബുക്കിലെ ശ്രീയ സ്നേഹം വാരിക്കോരി തരും. എടാ, ഞാനെല്ലാം നിർത്തും. മര്യാദക്ക് തിരിച്ചോണ്ടിരുന്ന പെണ്ണ, ഇപ്പൊ അതുമില്ല. എനിക്കെല്ലാം മടുത്ത്. അയ്യേ, നീയാ വലിയ വിപ്ലവ നായകൻ. ഡാ, ഒരിക്കലും സാധ്യമാവില്ല എന്ന് വിചാരിക്കുന്നത് സാധ്യമാക്കുന്നതാടാ വിപ്ലവം. ആരെ എതിർത്താലും വിട്ടുകൊടുക്കരുത്. ഓളെ കൊണ്ട് നീ ഇഷ്ടാന്ന് പറയിപ്പിച്ച അതൊരു വിപ്ലവമായിരിക്കും. അതെ, നീ പ്രേമിച്ചൊരു വിപ്ലവം സൃഷ്ടിക്കറ. എന്നാ ഇങ്ങനൊരു തീരുമാനാക്കണം. എനക്കോളെ മുഖത്തൊക്കെ എല്ലാ കാര്യവും പറയണം. എടാ, നീ വാ. ഞാൻ പറഞ്ഞ എൻ്റെ പേരൻസ് സ്നേഹിച്ച് കല്യാണം വെച്ചതാ. പക്ഷെ ഞാൻ ജനിച്ചോട്ട് കാണുന്ന ഇവരുടെ അടിയാ. ഇപ്പോൾ ഡിവോഴ്സായി. ഇപ്പം 2 പേരും കൂടുതൽ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം. 2ൻ്റെ കൂടെ ഞാൻ പോയില്ല. സ്വപ്നം എന്താ പ്രണയത്തെ എതിർക്കാൻ കാരണം? ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ കരയില്ല. ഇനിയും കരഞ്ഞ ജീവിതകാലം മുഴുവൻ ഞാൻ കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. സ്വപ്ന, സ്വപ്ന ഒന്ന് വരുമോ? എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. JP, ഓള് വരൂല. അത് പറ, നീ ആരടാ? ഒന്ന് പോടാ സ്വപ്ന, പ്ലീസ്. ഡോ, ഞങ്ങളുടെ തീരുമാനം തന്നെ ഓളുടെയും തീരുമാനം. പോവാൻ നോക്ക്. നീ പോടാ. ആണും പെണ്ണും കട്ടത്തെണ്ടി. ഓക്കെ, എന്നെ ഇഷ്ടാ. നിങ്ങളൊക്കെ പേടിച്ചിട്ടുള്ളത് പറയാത്തെ. എനിക്ക് ഒരുത്തനെയും പേടിയില്ല. എനിക്കിഷ്ടമല്ല. നിന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പാ. ഇനിയിപ്പോ ഓക്ക് ഇഷ്ടമാണെങ്കിലും നമ്മളതിന് സമ്മതിക്കൂല. ഞാൻ ഓളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓളെ കൊണ്ട് എന്നെ ഇഷ്ടാന്ന് പറയിപ്പിക്കും. നീ എന്ത് ചെയ്യും? തലമൊട്ടടിക്കോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. നിങ്ങളുടെ പ്രണയങ്ങൾ ചാടി ഞാൻ മരിക്കും. അത് എന്റെ വാശിയാണ് കേട്ടോ. കൈയ്യടാ. സ്വപ്ന, എനിക്ക് തന്നോടായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. താഴ്ന്നു വരുമോ പ്ലീസ്? മനു, വേണ്ട. സ്വപ്ന ക്ലാസ്സിൽ പോയിക്കോ. ഇത് നമ്മുടെ ഇല്ലതുള്ളൂ. നീ 3rd സെം ഫുൾ പാസ്സായ? ഇല്ല. നീ ആദ്യം പോയി അത് ഡീലി. നീ പറയുന്നത് മനു, ഞാൻ പൊക്കോളാം. ഓനെന്താ പറയാനുള്ളത് നോക്കട്ടെ. എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാൽ വേഗം പറ. തിരക്കാക്കല്ല, പറയാം. സ്വപ്ന, ഈ കോളേജിലെ ഏതാണ്ട് എല്ലാ പെൺകുട്ടികളെയും എനിക്കറിയാം. അവരോടൊന്നും ഇതുവരെ തോന്നുന്നത് ഇഷ്ടാ. എനിക്ക് തന്നോട് തോന്നി. അതിനൊന്നുമില്ല. എനിക്കിതിന് അത്രക്ക് ഇഷ്ടാ. അത് വേണ്ടെന്ന് നോക്കി എന്നെ കൊണ്ട് പറ്റുന്നില്ല. അത്ര തന്നെ. എന്തൊക്കെയോ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് മയക്കാൻ നോക്കുന്നുണ്ട്. ഇതിൽ ഓള് വീഴും, എനിക്ക് ഉറപ്പാ. അവർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവസരം നമ്മൾ കൊടുക്കണ്ടായിരുന്നു. നീ ആത്മഹത്യക്കുള്ള പരിപാടി നോക്കോ. ഇത് കഴിഞ്ഞു പോയി. ഇയാൾക്ക് ഇങ്ങനെ എന്നെ അറിയാം. ഇയാളും ഞാനും മുൻജന്മ ബന്ധാണൊക്കെ ഞാൻ സാരത്തിനോടൊക്കെ പറഞ്ഞു.
കണ്ട കണ്ട അവള് വീണു എന്താ കളിയും ചിരിയും ഓൻ എന്തെങ്കിലും തമാശ പറഞ്ഞാണ് ഇതാ പ്രേമത്തിന്റെ ലക്ഷണം ചെറിയ തമാശ മതി പെട്ടെന്ന് ചിരി വരുന്നേ പിന്നെ മുജ്ജന്മ ബന്ധം കുന്ത. എൻ്റെ ക്ലാസ്സിൽ നിന്ന് കല്യാണം കഴിഞ്ഞു പോയ പ്രിയ, ഓളെൻ്റെ ഒരു റിലേറ്റീവാണ്. ഓള് പോയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. ഓളാ പറഞ്ഞ് ഇവിടെ JP എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നും പരിചയപ്പെടണമെന്നൊക്കെ. മുജ്ജന്മ ബന്ധം. പക്ഷെ ഓള് പറഞ്ഞത് ഇയാളൊരു മാന്യനാന്നാ. അതാ ആദ്യം തന്നെ വന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇത്രയും വലിയ ശല്യമാണെന്ന് വിചാരിച്ചില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, പറയാനുള്ളത് പറഞ്ഞില്ലേ. ഇനി ഞാൻ പൊക്കോട്ടെ? ഒരു മരണം അത് ഒഴിവാക്കാനാവില്ല. കുട്ടി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്ന് എടുത്തോ. വീട്ടുകാർക്കെങ്കിലും ഫണ്ട് കിട്ടും. കൊണ്ട് വീട്ടുകാർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകും. ഇതൂടെ കേട്ടിട്ട് പൊക്കോ. ഈ കോളേജിൽ എനിക്കെല്ലാം നഷ്ടമായി. ഒരു കാരണവശാലും ഡിഗ്രി ഞാൻ പാസ്സാവില്ല. ഞാൻ ഈ കോളേജിൽ തന്നെ വരുന്നത് നീ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിട്ടാ. എനിക്കാകെ ഭ്രാന്താവാ. നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെടും. ഞാൻ എന്ത് വേണം ചെയ്യും. എന്താ സ്വപ്ന, എന്താവും പറഞ്ഞേ? ഭീഷണി. ഓൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടേണ്ടി വരുമെന്ന്. ആ കഷ്ടപ്പെടുന്ന ആരാന്ന് നമുക്ക് കാണാം. എന്തായിരുന്നു ഇത്ര വലിയ തമാശ? രണ്ടോടെ മാക്കുന്നു ചിരിക്കുന്നുണ്ടല്ലോ. അതൊന്നുമില്ല. JPന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. കണ്ട അവക്ക് പിടിച്ചില്ല ഞാൻ പറഞ്ഞത്. നീ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയാൻ പോയെ? അതെ അവരിപ്പൊ തന്നെ പ്രേമത്തിലായി. അതാ നൈസായിട്ട് അങ്ങ് പോയത്. എന്റെ ശവത്തിൽ ചവിട്ടി ഓള് പ്രേമിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇനി ഓൾക്ക് അവനോട് പ്രേമം തോന്നാണേലും അത് ഓള് ഓനോട് പറയില്ല. നീനു കണ്ട നീ ആ, നോക്ക്. മനസ്സിലായി നിങ്ങൾ കണ്ടോണ്ടിരിക്കും. എടി സ്വപ്നം ഇത് നോക്കിട്ടെ. ഇതോൻ തന്നെ ഓൻ ഇതും ചെയ്യൂ, അതിന്റെ അപ്പുറം ചെയ്യൂ. ഇനിയോ ഒന്നും പ്രേമിക്കുന്നത് കാണിട്ട് ഞാൻ ബാ. അങ്ങനെ സ്വപ്ന JP ക്ലോസ്. ഇനി എന്ത് വന്നാലും സപ്ന JPനെ പ്രേമിക്കൂല. പ്രേമിക്കും. അതെ, പ്രേമിക്കും. ഇല്ല, ബെറ്റിനുണ്ട്. ആ, എത്ര പൈസ? 100 റുപ്യ. ആ, ഓൻ ഇത്രയ്ക്ക് ചീപ്പാവെന്ന് വിചാരിച്ചിട്ടില്ല. പ്രേമം തലക്ക് പിടിച്ച് ചെയ്തല്ല അതിന്റെ അപ്പുറം ചെയ്യും. ഇതുകൊണ്ടൊക്കെയാ നമ്മൾ ALS തുടങ്ങിയത്. ഇതുകൊണ്ടൊന്നും താൻ പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. നീ വാടാ, ഓൺ പൊട്ടിക്കാം. വേണ്ട. ഓനുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം. പുറത്താരാൻ വന്നിട്ടുണ്ടോ? വിസിറ്റ് ടൈമിൽ വിട്ടാൽ മതി. മാറിയിടോ. എൻ്റെ മുട്ട ഇപ്പോൾ പൊട്ടിയാ. മാനേജ്മെന്റ് നടപടി എടുത്തില്ലെങ്കിൽ നമ്മളിത് പോലീസിനെ അറിയിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യരുത്. 60 വർഷമായിട്ടുള്ള കോളേജിൻ്റെ അന്തസ്സിനെ അത് ബാധിക്കും. അറിയിക്കാതിരിക്കാം, പക്ഷെ ഓണ്ടല്ലോ JPയെ അവനെ പുറത്താക്കണം. ആയിക്കോട്ടെ, തൽക്കാലം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. പോരെ? പുറത്താക്കണം, അല്ലെ നമുക്ക് പുറത്താക്കാൻ അറിയാം. പിന്നെ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ. JPയെ പുറത്താക്കുന്ന കുറഞ്ഞോളം ഒരു പരിഹാരത്തിനും ഞങ്ങളില്ല. അവനെ നാളെ കോളേജിൽ കാണരുത്. കണ്ടാൽ ഇവിടെ പോലീസ് വരും. ഇത് ഇഷ്യൂ വേറെയാണ്, അറിയാലോ. സ്വപ്ന കംപ്ലൈന്റ് കൊടുത്താൽ ശരി, പുറത്താക്കാം. ദയവ് ചെയ്ത് കംപ്ലൈൻറ്റ് ചെയ്യരുത്. ശരി സർ. വാടാ, പോവാം.